ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്നറിയാമോ? ചൂര അച്ചാർ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ കണ്ട 3 കിലോ ചൂര നമ്മൾ എടുത്തിരിക്കും. ഇതിനാവശ്യമായ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചേക്കണം. ലേശം മുളക് പൊടി ആയാൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മീനെല്ലാം കൂടി ഇട്ട് നല്ലപോലെ വറുത്ത് കോരി എടുക്കണം. ഇതിനാവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക്, കറിവേപ്പില. 3 കിലോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിരിക്കുന്നത്. കാന്താരിമുളക് ഓപ്ഷണൽ, നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ഒരു പാത്രം എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, കാന്താരിമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുക്കണം. കാന്താരിമുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാം. കറിവേപ്പിലയും കുറച്ചിടാം. അങ്ങനെ നല്ല പോലെ ഇളക്കിയതിന് ശേഷം മുളക് പൊടി ഇട്ട് നല്ല പോലെ ഇളക്കിയെടുക്കണം കേട്ടോ. കൂടുതൽ കരിയാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഇളക്കിയതിന് ശേഷം കുറച്ച് കായപ്പൊടി, പിന്നെ കുരുമുളക് പൊടി അധികം ആവരുത് കേട്ടോ. എന്താണെന്നറിയാം, നമ്മൾ കാന്താരിമുളക് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് അധികം കുരുമുളക് പൊടി ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവാപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. അതും നല്ല പോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനിട്ട് നല്ല പോലെ ഇളക്കിയെടുത്തിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ഫിഷ് എടുത്ത് ഇതിനകത്തോട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ലേശം മതി. അങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്ത്, ഇതിപ്പം കൂടുതൽ വെള്ളം പോലൊന്നും ആക്കുന്നില്ല കേട്ടോ, ഇപ്പം കൊടുത്തു വിടാനല്ലേ, അതുകൊണ്ട്. പിന്നെ കടുക് പൊട്ടിച്ചതും ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ലതാണ്, സൂപ്പറാണ്. ഇപ്പം നമ്മുടെ ചൂര അച്ചാർ റെഡിയായി. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, സൂപ്പർ. പുളിയും എരിവും അടിപൊളിയായിട്ടോ. നമ്മൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ട് കേട്ടോ, സൂപ്പർ. എങ്ങനെയുണ്ട് വെച്ചിട്ടാ? സൂപ്പർ അല്ലേ?